നമ്മുടെ സംസ്ഥാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോവുകയാണ്. ഈ മത്സരത്തിൽ നമുക്ക് മുമ്പിൽ പ്രധാനമായും 3 മുന്നണികളാണുള്ളത്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷം, മറ്റേത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന അർദ്ധ വലതുപക്ഷം, മറ്റൊന്ന് തികച്ചും വലതുപക്ഷ പ്രസ്ഥാനമായ BJPയുടെ മുന്നണിയും. ഇവിടെ നാം പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നമുക്കൊരു പക്ഷം ഉണ്ടായേ തീരൂ. എന്തൊക്കെയായാലും ഈ 3 ചോയ്സുകളെ മലയാളികൾക്കുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കുവാനേ നമ്മൾക്ക് കഴിയുകയുള്ളൂ ഇപ്പോഴത്തെ ഇന്ത്യൻ അവസ്ഥയിൽ. അങ്ങനെ വരുമ്പോൾ നാം ആർക്ക് വോട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ചിന്ത വളരെ ഗൗരവമേറിയതാണ്. അതായത് തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തീർച്ചയായും ഇടതുപക്ഷ മുന്നണിക്കായിരിക്കും അവൻ്റെ വോട്ട്, അതിന് മാറ്റമുണ്ടാവില്ല. പരമ്പരാഗത കോൺഗ്രസ്സുകാരാവട്ടെ, അവരും കോൺഗ്രസ് മുന്നണിക്കായിരിക്കും അവരുടെ വോട്ട്. അതോടൊപ്പമുള്ള പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അവർക്ക് വോട്ട് ചെയ്യും. BJPയുടെ ശക്തി തെളിയിക്കാനുള്ള അവസരം എന്ന നിലക്ക് BJP അനുഭാവികളും BJPക്കാരും തീർച്ചയായും BJP നേതൃത്വം നൽകുന്ന മുന്നണിക്കായിരിക്കും വോട്ട് ചെയ്യുക. ഇവിടെയൊക്കെ അനാഥമായി പോകുന്ന, തീരുമാനത്തിലെത്താൻ കഴിയാതെ മനസ്സംഘർഷത്തിലേർപ്പെടുന്ന ഒരു സമൂഹമുണ്ട്, വലിയ തോതിൽ നിഷ്പക്ഷമതികളും എന്നാൽ രാഷ്ട്രത്തോട്, സമൂഹത്തോട്, സംസ്ഥാനത്തോട് ഉത്തരവാദിത്ത ബോധം പുലർത്തുന്നവരുമായ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവർ കൃത്യമായ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ളവരായിക്കൊള്ളണമെന്നില്ല. എന്നാൽ രാജ്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിയിൽ കൃത്യമായ ലക്ഷ്യബോധമുള്ളവരാണവർ, കാഴ്ചപ്പാടുള്ളവരുമാണവർ. അവരുടെ വോട്ട് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള തർക്കവും പ്രധാനമായി ഉണ്ടാവുക. അതിനുവേണ്ടി മതപരമായ മറ്റ് സങ്കീർണമായ വൈകാരികമായ വിഷയങ്ങളൊക്കെ ഈ രാഷ്ട്രീയ മുന്നണികൾ മാറി മാറി പ്രയോഗിച്ചെന്ന് വരും. ഏതെങ്കിലും ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് തലേന്ന് വൈകാരികമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മനംമാറ്റത്തിനായി ആസ്പദമാക്കി ഈ പൊതുസമൂഹം, അതായത് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത മഹാഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ വോട്ടിനു വേണ്ടി ഇവർ പരസ്പരം പല പ്രത്യാരോപണങ്ങളും നടത്തിയെന്നിരിക്കും. അത് അവരുടെ വശം, അത് അവരങ്ങനെ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. അവരുടെ വിജയത്തിൻ്റെ പ്രശ്നം അവർക്ക് തീർച്ചയായും തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ എന്ത് ചെയ്യണം? ജനാധിപത്യം ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഉന്നത തലത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിട്ടും സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയേറെ വർഷങ്ങളായിട്ടും നമുക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇനിയും ഒരു നിശ്ചിത രാഷ്ട്രീയ പ്രസ്ഥാനവുമായി അഫിലിയേറ്റ് ചെയ്യാത്ത വ്യക്തിത്വങ്ങൾ, അഥവാ അത് പല രാഷ്ട്രീയങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മനം മടുത്ത് അവരോട് പൂർണ്ണ തൃപ്തിയില്ലാത്തതിൻ്റെ പേരിൽ മാറി നിൽക്കുന്നവർ, ഇവരൊക്കെയും വോട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യ വിധി നിർണയത്തിൽ പങ്കാളികളാവാൻ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്തമാണ്, കടമയാണ് എന്നുള്ളതാണ് വാസ്തവം. അവർ ഇനിയും തീരുമാനമെടുത്തില്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ട സമയവുമാണിത്, അത് ആസന്നമായിരിക്കുന്നു. അപ്പോഴാണ് നാം ഈ മേൽപ്പറഞ്ഞ മുന്നണികളുടെ രാഷ്ട്രീയ നിലപാടുകൾ, അവ സംസ്ഥാനത്തിൽ ഇതേവരെ ഉണ്ടാക്കിയ നേട്ടങ്ങളും കോട്ടങ്ങളും, ഉണ്ടാക്കിയേക്കാവുന്ന മറ്റ് പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് ചെറുതായി ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യകത നേരിടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള മുന്നണികൾ, രാഷ്ട്രീയ മുന്നണികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ പ്രത്യയശാസ്ത്രങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ആലോചിക്കേണ്ടി വരിക. നമുക്ക് ആദ്യമായി BJP എടുത്താൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ BJP അത്ര രഹസ്യമല്ലാത്ത വിധത്തിൽ മതരാഷ്ട്രവാദമാണ് മുന്നോട്ട് വെക്കുന്നത്. സനാതന ധർമ്മത്തിലൂന്നിയ
ഒരു മത സംഹിത അതിലൂന്നിയ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അവരുടേത്. അത് ആ മതത്തോടും അനുഭാവമുള്ളവരിൽ പോലും പൂർണ്ണമായും തൃപ്തി നൽകാത്ത തരത്തിലുള്ളതാണെന്ന് നമുക്ക് നമ്മുടെ ആനുകാലിക സംഭവ വികാസങ്ങളിൽ നിന്നറിയാവുന്നതാണ്. കാരണം 85-90% ഹിന്ദുക്കളുടെ ഇന്ത്യയിൽ മുഴുവൻ പേരുടെയും താല്പര്യത്തെ അത് ഉൾക്കൊള്ളുന്നില്ല. വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം 30-40% പേർക്ക് മാത്രമേ അത് രാഷ്ട്രീയ ഒരു ശക്തി എന്ന നിലക്ക് തന്നെ അതിനെ പിന്താങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ നിലക്ക് അതേതായാലും പകുതി ജനത, ഇന്ത്യയുടെ പകുതി ജനസംഖ്യ പോലും അംഗീകരിക്കുന്നൊരു ആശയമായി തോന്നാത്തത് കൊണ്ട് നമുക്കത് വിടാം. അത് അതിൻ്റെ ടേൺ എടുത്തുകൊള്ളട്ടെ. അവർക്ക് വിജയിക്കാം, പരാജയപ്പെടാം, രണ്ടും ആകാം. ഏതായാലും BJP, നമ്മുടെ മുമ്പിലുള്ള BJP പ്രത്യയശാസ്ത്രം, അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം ഹിന്ദു രാഷ്ട്രവാദമാണ്. ഹിന്ദുത്വ അതിനോട് താല്പര്യമില്ലാത്തവർക്ക് അതിൽ പങ്കാളികളാകാനോ അവരെ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് അധികാരത്തിലെത്തിക്കാനോ താല്പര്യമുണ്ടായെന്ന് വരില്ല. രണ്ടാമത്തെ പ്രബല പ്രതിപക്ഷം, ഇന്ത്യയുടെ പ്രതിപക്ഷം എന്ന് പറയാവുന്ന കോൺഗ്രസ് പാർട്ടി, ഇന്ത്യയെ വളരെ കാലം നയിക്കുകയും സമഗ്ര ഭരണാധികാരത്തിലുണ്ടാവുകയും സ്വാതന്ത്ര്യ സമരത്തിലെ സജീവ പങ്കാളിത്തമാവുകയും ചെയ്ത കോൺഗ്രസ് പാർട്ടി കുറെ കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടുള്ള ജനകീയമായ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ വീഴ്ചകളുടെ ഫലമായി അധികാരത്തിൽ നിന്ന് പുറത്തു കടക്കേണ്ടി വന്നെങ്കിലും വീണ്ടും അധികാരത്തിലേറാനുള്ള ചില പ്ലസ് പോയിന്റുകൾ അതിനില്ലാതെയില്ല. അതായത് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ അതൊരു മുന്നണി രൂപീകരിച്ചിട്ടുണ്ട്. പല കൊച്ചു പാർട്ടികളും അതിനോട് പിന്തുണ നൽകി അതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ അതിൻ്റെ പ്രധാന ഘടകകക്ഷികൾ അതിലൊന്ന് മുസ്ലിം ലീഗാണ്, മറ്റു കക്ഷികളുമുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഇന്ത്യയുടെ പൊതു സ്വഭാവത്തെ വളരെ കൂടിയ അളവിൽ അത് പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും നെഹ്റുവിയൻ കാലത്ത് അതിൽ സോഷ്യലിസത്തിൻ്റെ ഒരു അംശം കലർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിലും അത് പൂർണ്ണമായും ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയല്ല. അതിന് പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഇമ്പീരിയലിസ്റ്റ്, ഫ്യൂഡലിസ്റ്റ് മനോഭാവങ്ങളോടാണ് അതിന് താല്പര്യക്കൂടുതൽ എന്ന് അതിൻ്റെ ഭരണ ചരിത്രം പരിശോധിച്ചാലും ഇപ്പോഴുള്ള നിലപാടുകൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാനാവുന്നതാണ്. അതായത് ഒരർത്ഥ വലതുപക്ഷ സംവിധാനമാണത്. BJP പൂർണ്ണ വലതുപക്ഷമാണെങ്കിൽ ഇതൊരു അർദ്ധ വലതുപക്ഷമാണ്. വലതുപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേൽത്തട്ട് ജനസമൂഹങ്ങൾ. അവർ എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും വളരെ ന്യൂനപക്ഷങ്ങളായിരിക്കും. പക്ഷെ അധികാരത്തിൻ്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും പ്രിവിലേജുകളുടെയും എല്ലാം കടിഞ്ഞാണ് അവരുടെ കയ്യിലായിരിക്കും എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് ഇടതുപക്ഷം. കൺമുമ്പിലുള്ള നമ്മുടെ മറ്റൊരു മുന്നണിയായ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം, പേരുകൊണ്ട് തന്നെ ഇടതുപക്ഷം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. മറ്റുള്ളതൊന്നും വലതുപക്ഷം എന്നത് പ്രയോഗത്തിൽ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന മുന്നണി സോഷ്യലിസം അവരുടെ മാനിഫെസ്റ്റോ തന്നെയാണ്. അവരുടെ മാനിഫെസ്റ്റോവിൻ്റെ ഭാഗമാണ് സോഷ്യലിസം. പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന, അവരെക്കുറിച്ച് നാം പൊതുവായി ധരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ രൂപീകരണ കാലം തൊട്ടിങ്ങോട്ട് പിന്തുടർന്നിട്ടില്ല എന്ന് കാണാം. 1920കളിൽ ഇന്ത്യയിൽ കടന്നു വരികയും 25-ൽ കാൺപൂരിൽ CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്ത ശേഷം ഇന്നോളം അത് പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ചുള്ള ഒരു പ്രസ്ഥാനമായി ഇരുന്നിട്ടില്ല ഒരിക്കലും. 1917-ലെ ബോൾഷെവിക് വിപ്ലവത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 1920-ൽ ഇന്ത്യയിലേക്ക് വരികയും 25-ൽ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തതെങ്കിലും ആ ബോൾഷെവിക് സംവിധാനങ്ങളോ ലെനിൻ്റെയോ മറ്റു സ്റ്റാലിൻ്റെയോ രീതികളോ അവർ പിന്തുടരാൻ ശ്രമിച്ചിട്ടില്ല. പകരം ഇന്ത്യൻ സാഹചര്യത്തിന്, ഇന്ത്യൻ ഡൈവേഴ്സിറ്റിക്ക് അനുസൃതമായ രീതിയിൽ ജനാധിപത്യ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഉള്ളൊരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് അവർ പിന്തുടർന്നു വന്നിട്ടുള്ളത് ഇന്നേ വരെ. അത് ഇന്ത്യൻ സാഹചര്യത്തിൽ
ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് കൂടി പറയാം. ഒരളവ് വരെയല്ല, വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ സോഷ്യലിസം ലോകത്തിന് നൽകിയ നന്മകളൊക്കെ തന്നെയും ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യക്കത് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേരിട്ടോ പരോക്ഷമായോ പ്രത്യക്ഷമായോ അവർ ഭരണത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തം വൻതോതിൽ വഹിച്ചിട്ടില്ലെങ്കിലും, പ്രാദേശികമായ പങ്കാളിത്തമേ വഹിച്ചിട്ടുള്ളെങ്കിലും അവരുടെ സോഷ്യലിസ്റ്റ് സ്വാധീനം നെഹ്റുവിനെ പോലുള്ളവർ പിന്തുടർന്നതിൻ്റെ ഫലമായി ഇന്ത്യക്ക് വ്യതിരിക്തമായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം തന്നെ ഉണ്ടായിത്തീർന്നിട്ടുണ്ട് എന്ന് കാണാം. പക്ഷെ അത് ചൈനയിലെ മാവോ കമ്മ്യൂണിസ്റ്റിൻ്റെയോ റഷ്യയിലെ ലെനിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റിൻ്റെയോ രീതിയിലുള്ളതല്ല, വിപ്ലവകരമല്ല, വിധ്വംസകപരവുമല്ല. അത് തികച്ചും ഇന്ത്യൻ ജനാധിപത്യത്തിന് അനുയോജ്യമായ രീതിയിൽ അതിനോട് സമരസപ്പെട്ടുകൊണ്ടുള്ളതാണ്. 1925 രൂപീകരിക്കപ്പെട്ടതാണെങ്കിലും 50കളിൽ അതിൽ അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രൂപം കൊണ്ടു. അതിൻ്റെ ഫലമായി 1964 അത് ഒരു പിളർപ്പിനെ നേരിടുകയും ചെയ്തു. അതിൽ പിന്നീട് CPI എന്നും CPIM എന്നുമുള്ള വിഭജനമായി. എങ്കിലും അവർ സഹകരിച്ച് CPI ആദ്യകാലത്ത് CPI കോൺഗ്രസിനോട് സഹകരിക്കാമെന്നും CPIM അത് സാധ്യമല്ലെന്നുമുള്ള നിലപാടായിരുന്നെങ്കിലും പിൽക്കാലത്ത് അവർ രണ്ടും സഹകരിച്ചു തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഏതൊരവസ്ഥയിലും സോഷ്യലിസം എന്നുള്ളത് കീഴ്ത്തര ദുർബല വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയമാണ്. അതായത് കമ്മ്യൂണിസം ആകട്ടെ അത് സമൂല വിപ്ലവത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും പല സ്വഭാവങ്ങളും അതിന് അധികാരമുള്ള സ്ഥലങ്ങളിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ത്യയിലെ ആ സമഗ്ര അധികാരത്തിൻ്റെയും സാമ്പത്തിക ഏകീകരണത്തിൻ്റെയും സ്വഭാവം കൈവെടിഞ്ഞ് ഇന്ത്യൻ സാഹചര്യത്തിനനുസൃതമായ രീതിയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിനും തൊഴിൽ മേഖലയിലും ഉണ്ടാക്കിയ പുരോഗതികളും നന്മകളും നല്ല അംഗീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കേരളം എന്ന ഒരൊറ്റ സംസ്ഥാനത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമുള്ളത്. നമ്മൾ വാസ്തവത്തിൽ കമ്മ്യൂണിസം എന്നതിനെ വിളിക്കാൻ തന്നെ കഴിയാത്ത വിധം അത് നമ്മുടെ ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനി പറഞ്ഞ പോലെ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണിത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് പിന്തുടരുന്നത് വാസ്തവത്തിൽ ഒരു തരം ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിസത്തിനും സോഷ്യലിസത്തിനും ഇടയിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് കാണേണ്ടതായി വരും. യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉണ്ട്. അതുമാത്രമല്ല, നാം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് സ്പെയിനിൽ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം, ഇറ്റലിയിൽ കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചു തെരഞ്ഞെടുപ്പുകളിൽ. എങ്ങനെ യൂറോപ്പിലെ, അതായത് ഇമ്പീരിയലിസത്തിൻ്റെ, ഫ്യൂഡലിസത്തിൻ്റെ, ക്യാപിറ്റലിസത്തിൻ്റെ ഈറ്റില്ലങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഈ സോഷ്യലിസ്റ്റ് സാന്നിധ്യം നമുക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്, അനുഭവപ്പെടാറുണ്ട്. അതെല്ലാം ഡെമോക്രാറ്റിക് സോഷ്യലിസമാണെന്ന് കാണാം. ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്നാൽ ഏറെക്കുറെ ഇന്ന് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുടരുന്ന ആ സോഷ്യലിസം തന്നെയാണത്. അതായത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ നാനാത്വത്തിൻ്റെ സാഹചര്യങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് മതങ്ങളോടും വ്യത്യസ്ത സാംസ്കാരിക വൈവിധ്യങ്ങളോടും അകൽച്ച കാണിക്കാതെ നിരപേക്ഷതയും മതേതരത്വവും കാത്തു സൂക്ഷിച്ചുകൊണ്ട്, എന്നാൽ കമ്മ്യൂണിസ്റ്റ് തത്വത്തിൻ്റെ കാതലായ സോഷ്യലിസം പിൻപറ്റിക്കൊണ്ട് നിൽക്കുന്ന പാർട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അവ ഒരിക്കലും മാവോസെ തൂങ്ങിൻ്റെ ചൈനയിലെ കമ്മ്യൂണിസമല്ല, ഒരിക്കലുമല്ല. അത് അസഹിഷ്ണുതയുടെയും ഏകാധിപത്യത്തിൻ്റെയും കമ്മ്യൂണിസമാണ്. തീർച്ചയായും അത് റഷ്യയിലുണ്ടായിരുന്ന, ഇന്നില്ലാത്ത, അന്നുണ്ടായിരുന്ന ലെനിനിസ്റ്റ് കമ്മ്യൂണിസവുമല്ല. അതിലും ഏകാധിപത്യ സമഗ്രാധിപത്യവും ഏകാധിപത്യവുമാണ് അതിൻ്റെ കരുത്ത്, അതിൻ്റെ കാതൽ. പക്ഷേ കേരളത്തിൽ ഇന്ത്യയിൽ കടന്നു വന്നപ്പോൾ മുതൽ, അത് രൂപീകരിച്ചത് മുതൽ, അത് പിളർന്നപ്പോഴും ഇന്നും കേരളത്തിൽ ഭരണകക്ഷിയായി തുടരുമ്പോഴും അത് പൂർണ്ണമായും ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം തന്നെയാണെന്ന് കാണാം. നമ്മുടെ മുതലാളിത്തത്തിൻ്റെ ഈറ്റില്ലമായ തലസ്ഥാന നഗരിയായ ന്യൂയോർക്കിൽ
ഈയിടെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി പറഞ്ഞ ഡെമോക്രാറ്റിക് സോഷ്യലിസവും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ തലതൊട്ടപ്പന്മാർ എന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണകൂടമായ കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടവും ഫലത്തിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം തന്നെയാണ് പിന്തുടരുന്നത് ഏറെക്കുറെ. അതായത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പിന്തുടർന്നു വരുന്ന ആ സോഷ്യലിസം തന്നെ. പ്രജാസമത്വം, അതായത് സാമ്പത്തികം സ്റ്റേറ്റിൽ മാത്രം ഏകീകരിക്കാതെ വ്യക്തികളിലേക്കും അതിനുള്ള സ്വാതന്ത്ര്യം, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസം അനുവദിക്കുന്നുണ്ട്. നമ്മുടെ യഥാർത്ഥ കമ്മ്യൂണിസത്തിൽ അത് സാധ്യമല്ല. അതുപോലെ തന്നെയാണ് മതങ്ങളുടെയും വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും നിലനിൽപ്പും ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് നമ്മുടെ കേരളത്തിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അവയെ അർഹമായ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. അതുകൊണ്ട് കൂടിയായിരിക്കണം ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മികച്ച കത്തോലിക്കരും മികച്ച ക്രിസ്ത്യാനികളും മികച്ച മുസ്ലിങ്ങളും മികച്ച മുജാഹിദുകളും സുന്നികളും മുസ്ലിം അവാന്തര വിഭാഗങ്ങളും മറ്റെല്ലാ മികവുകളും മതപരമായോ മറ്റ് ജാതി സമ്പ്രദായത്തിൻ്റെ കാഠിന്യത്തിൻ്റെ കുറവും ഈ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ഈ സോഷ്യലിസ്റ്റ് നിലപാടാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ സോഷ്യലിസ്റ്റ് നിലപാട് പിന്തുടരുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ന് കാണാം. അതായത് ലോകത്തെ മറ്റേതൊരു വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെയും ഐഡന്റിറ്റി പരിശോധിക്കുമ്പോൾ കേരളത്തിൽ അതിൻ്റെ തനത് ഐഡന്റിറ്റി കുറെ കൂടി ഉയർന്നു നിൽക്കുന്നതായി നാം വെറുതെ അവകാശവാദം ഉന്നയിക്കുന്നതല്ല, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അത് മറ്റു രംഗങ്ങളിലും തന്നെ നമ്മുടെ ആരോഗ്യ, വിദ്യാഭ്യാസ, മറ്റ് സാംസ്കാരികമായ എല്ലാ മേഖലകളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഏതാണ്ട് മാതൃകയായി കേരള മോഡൽ എന്ന് പറയാവുന്ന തരത്തിൽ കേരളം വ്യത്യസ്തത പുലർത്താനുള്ള ഒരു കാരണം, പ്രധാന കാരണം, പല കാരണങ്ങളുണ്ട്, ഒരു പ്രധാന കാരണം ഇടക്കിടക്കാണെങ്കിലും മാറിയാണെങ്കിലും ഇടതുപക്ഷ ഭരണം ഇവിടെ ഉണ്ടായതിൻ്റെ പേരിലാണെന്ന് കാണാം. കാരണം കോൺഗ്രസ് ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഇല്ല തന്നെ. പക്ഷെ ഈ നിലവാരത്തിലേക്ക് ഉയരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ക്രെഡിറ്റ് അവിടെ ഇല്ലാത്ത ഭരണം ഇവിടെ എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് സാന്നിധ്യം തന്നെയാണ് എടുത്തു പറയാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത മേന്മകൾ ഈ സംസ്ഥാനത്തിന് കൈവരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സാന്നിധ്യം തന്നെയാണ്. ലോകമെമ്പാടും ചൈനയിലായാലും ക്യൂബയിലായാലും മറ്റെവിടെയായാലും വിപ്ലവത്തിലൂടെ മാത്രം അധികാരത്തിലേറിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്താദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ 1957 ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ രൂപീകരിച്ചത്, തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ജനം തെരഞ്ഞെടുത്ത ആദ്യത്തെ സമൂഹം നമ്മളാണ്, കേരളീയരാണ്. കേരളം ജനാധിപത്യത്തിലൂടെ കമ്മ്യൂണിസം വന്ന ആദ്യത്തെ പ്രദേശമാണ്. അതിൻ്റെതായ എല്ലാ മികവുകളും കേരളീയർക്ക് കൊണ്ടുതാനും. ഓരോ മലയാളിയും ഒരേ സമയം ഒരു ഫ്യൂഡലിസ്റ്റും ഒരു കമ്മ്യൂണിസ്റ്റും കൂടിയാണ്. ഒരിക്കലും ഒരു യൂറോപ്യൻ എഴുത്തുകാരൻ എന്നോട് പറയുകയുണ്ടായി, അതായത് മലയാളികൾ ഒരേ സമയം ഒരു കമ്മ്യൂണിസ്റ്റും ഒരു ഇമ്പീരിയലിസ്റ്റുമാണെന്ന്. അതൊരു വാസ്തവമാണ്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നത്. ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അടുത്ത തവണ അടുത്ത ടേം കോൺഗ്രസ്. ഈ രണ്ട് കൂട്ടരും മാറി വരുന്നത് നമ്മുടെ മാറി വരുന്ന ചിന്താഗതിയുടെ ഫലമായിട്ടാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ മനസ്സിൽ ഒരേ സമയത്ത് മുതലാളിയും തൊഴിലാളിയുമുണ്ട് മലയാളിയുടെ മനസ്സിൽ. ഈ ഉൾക്കൊള്ളൽ, ഇതിനുള്ള ശേഷി, ഇത് രണ്ട് ദ്വന്ദ്വ പേഴ്സണാലിറ്റിയാണ്. നമ്മൾ ദ്വന്ദ്വം വ്യക്തിത്വമാണ്. അതായത് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയാറുള്ളത് പോലെ ഇംഗ്ലീഷിലെ ദ്വന്ദ്വ വ്യക്തിത്വം, ഇരട്ട വ്യക്തിത്വമാണ് രാഷ്ട്രീയമായി മലയാളിയുടേത്. ഈ ഇരട്ട വ്യക്തിത്വം നമുക്ക് ചെയ്തിട്ടുള്ള ഗുണം കുറച്ചൊന്നുമല്ലതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് പല കാര്യങ്ങളിലും മികവ് പുലർത്താനാവുന്നത് ഈ ദ്വന്ദ്വമാണ്, ഈ ഇരട്ട വ്യക്തിത്വങ്ങളാണെന്ന് കാണാം. കാരണം കാഴ്ചപ്പാടുകളുടെ സംയുക്തി, അതായത് യോജിപ്പ്, അതായത് കണിശമായ, അതായത് എങ്ങനെ തീവ്രമായ മുതലാളിത്തമോ തീവ്രമായ തൊഴിലാളിത്തമോ തൊഴിലാളി വർഗ സങ്കല്പമോ നമുക്കില്ല. രണ്ടും ഇടകലർന്നാണ് നമ്മുടേത്. ഇതൊരു തരം ബാലൻസ് നമുക്ക് നൽകുന്നുണ്ട്. ഇതൊരു തരം സ്റ്റേബിലിറ്റി ഒരു സമൂഹം എന്ന നിലക്ക് നമുക്ക് മറ്റുള്ളവർക്കില്ലാത്തത് നമുക്കുണ്ടാക്കി തരുന്നുണ്ട്. ഇതിന് കാരണമായ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്.
കാരണം അതിൻ്റെ സ്ട്രോങ് ഹോൾഡുകളായിരുന്ന വെസ്റ്റ് ബംഗാളും ത്രിപുരയും നഷ്ടപ്പെട്ടു. ഇന്ന് അത് കേരളത്തിൽ മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ അത് പ്രതിസന്ധി നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ സന്ദർഭത്തിൽ ഈ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെടുകയാണെങ്കിൽ അത് അവർക്ക് വലിയ ദോഷം ചെയ്യും. അവർക്ക് മാത്രമല്ല, ഇടതുപക്ഷത്ത് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമായി കലാശിക്കാനാണ് ഇട. കാരണം ഇവിടെ കോൺഗ്രസിന്റെ ഒരു പോരായ്മ അതിന് BJP-യിൽ നിന്ന് വലിയ വ്യത്യാസമില്ല അതിൻ്റെ അണികൾക്ക് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കേഡർ സ്വഭാവം നിലനിർത്തുന്നതിലൂടെയാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രമായ പ്രതിബദ്ധതകൾ പലതും നിറവേറ്റപ്പെടുന്നത്. അതേസമയത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയൊന്നും നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ നാളെ അധികാരം വീണ്ടും BJP-യുടെ കയ്യിലേക്കാണെങ്കിൽ കൂടുതൽ കോൺഗ്രസ്സുകാർ അതിലേക്ക് ഒഴുകിയെന്ന് വരും. ഇന്നലത്തെ കോൺഗ്രസ്സുകാരാണ് ഇന്നത്തെ BJP-ക്കാരായി നമ്മുടെ മുമ്പിൽ കടുത്ത മത തീവ്രവാദികളായി രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് ഇത് കാണാം. ആസാമിലെ മുഖ്യമന്ത്രിയൊക്കെ ഉദാഹരണങ്ങളാണ്. അതേസമയത്ത് എത്ര മതതീവ്രത കൈകൊണ്ടാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു പരിധി ഉണ്ടാവും എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ നമുക്ക് ഇപ്പോഴും അവശേഷിപ്പിക്കുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷയും. ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണത്, സാധാരണ പ്രതീക്ഷയല്ല. അതായത് നമ്മുടെ മതേതരത്വം ഒരു കമ്മ്യൂണിസ്റ്റ് മതനിരപേക്ഷ സങ്കല്പത്തിന് മുമ്പിലാണ് സുരക്ഷിതമായിരിക്കുകയുള്ളൂ. കോൺഗ്രസിൻ്റെയോ BJP-യുടെയോ സങ്കല്പങ്ങൾ ഏതായാലും അത്ര തന്നെ മതനിരപേക്ഷമോ മതേതരമോ അല്ല എന്ന് കാണാം. അവർക്ക് മതപരമായ ഒരു മൃദു ഹിന്ദുത്വം, അതായത് മൃദു ഹിന്ദുത്വവും കഠിന ഹിന്ദുത്വം എന്ന് പറഞ്ഞതുപോലെ രണ്ടും അവിടെ ആ ഹിന്ദുത്വത്തിനൊരു ഊന്നൽ വരുന്നുണ്ട്. അത് കുറവായിട്ടോ കുഴപ്പമായിട്ടോ കാണുന്നതല്ല, മറ്റ് പലർക്കും ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതിൽ എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അവിടെയാണ് കമ്മ്യൂണിസം ആശ്വാസമാകുന്നത്. കാരണം അവർ അവരുടേതായ ഒരു മതസങ്കല്പം മുന്നോട്ട് വെക്കുന്നില്ല, സാമ്പത്തിക രാഷ്ട്രീയമല്ലാതെ. എന്ന നിലക്ക് അവർക്ക് നിശ്ചിത മതത്തോട്, എല്ലാ മതങ്ങളോടും തുല്യ അകലമാണ് അവർക്കുള്ളത് എന്നുള്ളതാണ് അവരെ നമുക്ക് ആർക്കും സമീപിക്കാനുള്ള, അവരെ നമുക്ക് പ്രാപ്യമാക്കുന്നത് ആക്സസിബിലിറ്റി. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആക്സസിബിലിറ്റി. മറ്റേ പാർട്ടികൾക്ക് അവരുടേതായ റിസർവേഷൻസ് ഉണ്ട്, മതപരമായ റിസർവേഷൻസ് ഉണ്ട്. BJP കൂടുതലുണ്ട്, കോൺഗ്രസിന് അതിൻ്റെ പകുതിയുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് അതില്ല. ഈ വ്യത്യാസവും ഒരു മതേതര സമൂഹം കാര്യമായി ഗൗരവമായി കണക്കിലെടുക്കേണ്ട ഒരു വിഷയമാണെന്ന് കാണാം. മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളുടെയും നാടായ ഇന്ത്യക്കാർക്ക് പൂർണ്ണമായൊരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയായിരുന്നു ആവശ്യമായിരുന്നത് എന്ന് മനസ്സിലാക്കിയവരിൽ അപൂർവം ചിലരിൽ ഒരാളായിരുന്നു നമ്മുടെ മഹാനായിരുന്ന ജവഹർലാൽ നെഹ്റു. പക്ഷേ അദ്ദേഹം പിന്തുടർന്ന പോളിസിക്ക് ഒപ്പത്തിനൊപ്പം, അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ ഒരു സെമി സോഷ്യലിസ്റ്റ് എന്നാണ് പൊതുവെ വിളിക്കപ്പെട്ടിരുന്നത്. ആ ഗുണമാണ് ഈ രാഷ്ട്രത്തെ ഈ രീതിയിൽ നിലനിൽക്കാൻ സഹായിച്ചത് എന്ന് കാണാം. കാരണം സ്വാതന്ത്ര്യം നേടി നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ പാകിസ്ഥാനും ബംഗ്ലാദേശുകളും സമ്പൂർണമായ ഇമ്പീരിയലിസ്റ്റ് ചേരിയിലേക്കാണ് ചേക്കേറിയത്. അതേസമയത്താണ് ഇന്ത്യ സെമി സോഷ്യലിസ്റ്റ് രാജ്യമായി പിടിച്ചു നിർത്തിയത്. ആ പിടിച്ചു നിർത്തലാണ് ഇന്ത്യയെ ഇന്നും സ്റ്റേബിലിറ്റി ഉണ്ടാക്കി തരുന്നത്. അത് ലോകത്ത് മറ്റ് പല രാജ്യങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്തൊരു ക്വാളിറ്റി ആയിരുന്നു, രാഷ്ട്രീയ നിലവാരമാണത്. അതുകൊണ്ട് നാം പൂർണ്ണമായി സോഷ്യലിസത്തെ കൈവടിയാൻ നിൽക്കരുത്. സോഷ്യലിസ്റ്റിന് അതിൻ്റെതായ സ്പേസ് നമ്മുടെ രാഷ്ട്രീയത്തിൽ കൊടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ നമ്മെ നയിക്കുന്ന ചിന്ത, രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ചിന്തയിൽ ഇതുകൂടെ നിങ്ങളെ നിങ്ങളിൽ സ്വാധീനം ചെലുത്തട്ടെ എന്ന പ്രതീക്ഷയോടെയാണ് ഈ പറയുന്നത്. അതായത് വ്യക്തമായ ഒരു രാഷ്ട്രീയം, എല്ലാ രാഷ്ട്രീയക്കാരും കണക്കാണ് എന്ന ആ പ്രയോഗം ഒഴിവാക്കി ചില രാഷ്ട്രീയക്കാർ ചിലരേക്കാൾ മെച്ചമാണ് ചില കാര്യങ്ങളിലെങ്കിലും എന്ന ഒരു ധാരണയിലേക്ക് നാം പരിണമിച്ചേ മതിയാവൂ. അതായത് സമ്പൂർണമായ ഒരു മതരാഷ്ട്രത്തെക്കുറിച്ചോ ഭാഗികമായ ഒരു മതരാഷ്ട്രത്തെക്കുറിച്ചോ പറയുന്നതിനേക്കാൾ നല്ലത് മതനിരപേക്ഷമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും ആധുനിക ലോകത്തെ സമാധാനപരമായ സഹവർത്തിത്വത്തിനും അതിജീവനത്തിനും മെച്ചം എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നാം ത്രിതല പഞ്ചായത്ത് തൊട്ട് നിയമസഭയും കടന്ന് പാർലമെന്റ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കേണ്ടത് എന്ന്
ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അതുകൊണ്ട് ഓർക്കുക, മംദാനി ന്യൂയോർക്കിൽ പറഞ്ഞ ഡെമോക്രാറ്റിക് സോഷ്യലിസം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും മറ്റനേകം ലാറ്റിൻ അമേരിക്കൻ മറ്റു സ്ഥലങ്ങളിലുമുള്ള ആ ഡെമോക്രാറ്റിക് സോഷ്യലിസം കേരളത്തിൽ നമ്മളുടെ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുടരുന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസം അതിൻ്റെതായ മേന്മകളുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേതായാലും മതരാഷ്ട്രവാദങ്ങളെക്കാളും മത തീവ്രവാദങ്ങളെക്കാളും മഹത്തരമായൊരു പ്രത്യയശാസ്ത്രമാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിന് അനുപേക്ഷണീയമായ ഒരു ക്വാളിറ്റിയാണ്, നിലവാരമാണത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. തിരഞ്ഞെടുപ്പുകളിൽ സജീവ സാന്നിധ്യമാകട്ടെ നമ്മുടെ വോട്ടുകൾ. അത് നമ്മുടെ വിധി നിർണയത്തിൽ, നമ്മുടെ ഭാഗധേയം നിർണയിക്കുന്നതിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരുടെ വോട്ടുകൾ നിർണായക പങ്ക് വഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.